എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ല നാടൻ ഒരു ഒഴിച്ചുകറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതുപോലൊരു കറി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഇതാ ഞാൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്ക, വെള്ളരിക്ക, ചക്കക്കുരു, മാങ്ങ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ കറി തയ്യാറാക്കിയെടുക്കുന്നത്. വെള്ളരിക്ക നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുമ്പളങ്ങ വെച്ചിട്ടും കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വെള്ളരിക്കയൊന്നും ഇത്ര ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പകുതി കഷ്ണമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ തൊണ്ടെല്ലാം നമുക്ക് കളഞ്ഞെടുക്കണം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ട് വരാം. ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറിയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാൻ എന്താ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അതിനകത്തേക്ക് ഒരു 4-5 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സാധാരണ മിക്കവാറും എല്ലാവരും തയ്യാറാക്കിയെടുക്കാറുള്ള കറിയാണ് ഈ ഒരു ചക്കക്കുരു മാങ്ങയും വെള്ളരിക്ക കറി. പക്ഷേ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക, പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വെള്ളരിക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരുപാടൊന്നും ഫ്രൈ ആക്കണ്ട. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് ഈ വെള്ളരിക്ക കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. സാധാരണ നമ്മൾ വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ വേവിക്കാൻ വയ്ക്കുമ്പം ഒരുപാട് വെള്ളം കൊടുക്കാറില്ല അല്ലേ? കാരണം അതിൽ നിന്നൊക്കെ അത്യാവശ്യം കുറച്ച് വെള്ളം ഇറങ്ങും. പക്ഷേ ഇന്നത്തെ നമ്മുടെ കറിയിലേക്ക് കുറച്ചധികം വെള്ളം കൊടുക്കണം. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേവിച്ചെടുക്കുമ്പം ഒരുപാട് വേവിച്ചെടുക്കരുത്. വെള്ളരിക്ക കഷ്ണങ്ങൾ ഒരു പകുതി വേവ് അത്രയും മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് പകുതി വേവോളം ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായിരിക്കണം എടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാൻ വേണേ. ഇനി മാങ്ങ ചേർത്ത് കൊടുക്കുക. മാങ്ങ ഞാൻ 2 എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങയായിരുന്നു. പിന്നെ ഈ ഒരു കറിയിലേക്ക് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കുക. ഇനി മുരിങ്ങക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങക്കായ ഞാൻ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചക്കക്കുരുവാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ചക്കക്കുരു ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ അത്യാവശ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തിൽ തന്നെ ഇതെല്ലാം നമുക്ക് വെന്ത് കിട്ടിക്കോളും. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ വെള്ളരിക്ക വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്കിതിനകത്തേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നാളികേരാണ് ചേർത്ത് കൊടുത്തത്. കഷ്ണം അനുസരിച്ച് നാളികേരം എടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ബൗളിന് ഒരു 1/2 ബൗൾ നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ. അതുപോലെ തന്നെ ഒരു 2-3 ചെറിയുള്ളി അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ജീരകം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ജീരകം നിങ്ങൾക്ക് ചേർക്കണം വെച്ചാൽ ആവാം. ഇനി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായിരിക്കണം കിട്ടേണ്ടത്. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ കഷ്ണങ്ങൾ. അതുപോലെ തന്നെ വെള്ളവും ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത്. ഇനി നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും കറികൾ തയ്യാറാക്കി എടുക്കുമ്പോൾ പറയാറുണ്ട്, ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ നമ്മൾ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആ ഒരു പാകം നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നാളികേരത്തിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് നമുക്കൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-6 മിനിറ്റെങ്കിലും നല്ലപോലെ തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 6 മിനിറ്റൊക്കെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താലാണ് ആ നാളികേരത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇത് തയ്യാറാക്കി നോക്കാത്തവരൊക്കെ എന്തായാലും തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ചക്കക്കുരു മാങ്ങയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈമാണ്.
ഇനി നമ്മൾക്ക് ഈ കറിയിലേക്കൊന്ന് വറുത്തിടണം. അപ്പോൾ സാധാരണ നമ്മൾ കറികളിലേക്ക് വറുത്തിടുന്നതിനേക്കാളും 1-2 സാധനങ്ങൾ കൂടുതൽ ഈ ഒരു കറിയിലേക്ക് വറുത്തിടാനായിട്ട് എടുക്കണം കേട്ടോ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മൺചട്ടി സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പം അതിനകത്തേക്ക് ഒരു 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ കറിയിലേക്ക്. ചെറിയുള്ളി നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി വറ്റൽ മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചല്ല, കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്തോളൂ. ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ കറിക്ക്. ഇനി നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പം ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ നമ്മൾ കറിയിലേക്ക് ഒന്ന് കടുക് വറുത്തിട്ട് കഴിയുമ്പം പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. ഇനി നമ്മളിതാ കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കറി തയ്യാറാക്കി നോക്കുന്നവർ കാണുമായിരിക്കും. തയ്യാറാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോവില്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.